വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഇന്ന് ആശാവർക്കർമാർ NHM ഉദ്യോഗസ്ഥരുമായുള്ള ചർച്ചയ്ക്ക് പോയത്. പക്ഷേ ആവശ്യങ്ങളൊന്നും അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല, സമരത്തിൽ നിന്ന് പിന്മാറണം എന്നവർ ആവശ്യപ്പെടുകയായിരുന്നു. പിന്നാലെ ആരോഗ്യമന്ത്രി ആശാവർക്കേഴ്സിനെ ചർച്ചയ്ക്ക് വിളിക്കുന്നു. ഒരു സമവായത്തിന് സാധ്യത തെളിയുന്നുണ്ടോ എന്നുള്ള കാര്യം എല്ലാവരും ഉറ്റുനോക്കുകയായിരുന്നു. അനുനയ നീക്കത്തിന് സർക്കാർ ശ്രമിക്കുന്നുവെന്ന് പ്രതീക്ഷിച്ചു പോയ ആശാവർക്കർമാർക്ക് പക്ഷേ നിരാശയായിരുന്നു ഫലം. ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ചർച്ച ചെയ്യാൻ പോലും ആരോഗ്യമന്ത്രി തയ്യാറായില്ല എന്ന് ആശാവർക്കേഴ്സ് ആരോപിച്ചു. 3 ഇരട്ടി ശമ്പള വർധന ആവശ്യം ജനാധിപത്യപരമല്ല എന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ചർച്ചയിൽ പറയുന്നത്. നാളെ സമരത്തിന്റെ 39ാം ദിവസം അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് കടക്കുകയാണ് ആശാവർക്കർമാർ. പ്രതീക്ഷയോടെയാണ് ആരോഗ്യമന്ത്രി വിളിച്ച രണ്ടാമത്തെ ചർച്ചയ്ക്ക് ആശാവർക്കർമാർ നിയമസഭയിലെത്തിയത്. എന്നാൽ രണ്ടാമത്തെ ചർച്ചയും പ്രഹസനമാക്കി ആശാവർക്കർമാരെ അപമാനിച്ചു വിട്ടു. NHM ഡയറക്ടർ ഡോക്ടർ വിനോയ് ഗോയൽ IASന്റെ നേതൃത്വത്തിലായിരുന്നു ആദ്യ ചർച്ച. ഇത് പരാജയപ്പെട്ടതോടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ചർച്ചയ്ക്ക് വിളിച്ചു. 2 സ്ഥലങ്ങളിലും ഓണറേറിയം വർധനയോ വിരമിക്കൽ ആനുകൂല്യങ്ങൾ ഉയർത്തുന്നതോ ചർച്ച ചെയ്യാൻ പോലും തയ്യാറായില്ല. പകരം ആരോഗ്യമന്ത്രി ഉപദേശങ്ങളാണ് നൽകിയതെന്ന് സമരക്കാർ. നമ്മൾ ആവശ്യപ്പെട്ട ഓണറേറിയത്തിൻ്റെ വർധനവ്, റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്, അത്തരം കാര്യങ്ങളൊന്നും തന്നെ ചർച്ചയ്ക്ക് എടുക്കുവാൻ പോലും എടുക്കാതെ മറ്റു കാര്യങ്ങളായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. സർക്കാരിൻ്റെ സാമ്പത്തിക ബാധ്യതയും മറ്റും. ഒടുവിൽ സർക്കാരിനെ ഇങ്ങനെ ഗൺ പോയിന്റ് നിർത്തി നമ്മൾ പൊടുന്നനെ വന്ന് ആവശ്യപ്പെട്ട് 300% വർധനവൊക്കെ ആവശ്യപ്പെട്ടാൽ എങ്ങനെ തരും? സർക്കാർ ഒപ്പമുണ്ട്, സർക്കാർ കൂടെയുണ്ട്. അടുത്ത ആഴ്ച ആരോഗ്യമന്ത്രി കേന്ദ്രത്തിൽ പോകുന്നുണ്ട്. ചർച്ച ചെയ്യാം. നിങ്ങൾ പോകണം, നിങ്ങൾ തിരിച്ചു പോകണം. മന്ത്രി പറയുന്നത് എൻ്റെ ആശമാരെ ഇങ്ങനെ വെയിലത്തും മഴയത്തും ഇരുത്തുന്നതിൽ വിഷമമുണ്ട്. ആശമാർ പിരിഞ്ഞു പോകണം, ഇതാണ് ആവശ്യം. ശമ്പളം കൂട്ടില്ല എന്ന നിലപാട് സംസ്ഥാനത്തിനില്ല. എന്നാൽ 3 ഇരട്ടി ശമ്പള വർധനവ് ആവശ്യപ്പെടുന്നത് ജനാധിപത്യപരമല്ല. കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കണ്ട് ആശമാരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുമെന്നും വീണ ജോർജ്. ഇപ്പോൾ അത് 3 ഇരട്ടിയായിട്ട് വർദ്ധിപ്പിക്കണമെന്ന് പറയുമ്പോൾ നമുക്കൊരു ജനാധിപത്യപരമായിട്ടുള്ള നിലയിൽ അതിനെ സമീപിക്കണം. അത് സംബന്ധിച്ച് ഗൈഡ് ലൈനിൽ മോഡിഫിക്കേഷൻ വരുത്തുകയും ചെയ്യണമെന്നുള്ള കാര്യം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടും. കേന്ദ്ര ആരോഗ്യമന്ത്രിയെ ഈ ആഴ്ച തന്നെ ഞാൻ പോയി കണ്ട് ഈ കാര്യങ്ങൾ ആവശ്യപ്പെടുന്നതാണ്. സന്നദ്ധ പ്രവർത്തകർ എന്ന നിർവചനം മാറ്റണമെന്നതടക്കം കേന്ദ്രത്തോട് ആവശ്യപ്പെടുമെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു. ചർച്ച പരാജയപ്പെട്ടതോടെ ആശാ വർക്കേഴ്സ് റോഡ് ഉപരോധിച്ചു. എത്ര ദിവസമായി ഈ പെരുമഴയത്തും വെയിലത്തും കിടക്കുന്നു. ഞങ്ങളിൽ പെരുമഴ കൊള്ളും. ആശാവർക്കർമാർ മലയും കാടും എല്ലാം തോടും താണ്ടി തന്നെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ സഹിക്കും, പക്ഷേ ഒരു പരിധി ഉണ്ടെന്ന് ഓർക്കണം. അതിനൊക്കെ ചർച്ചകൾ പരാജയപ്പെട്ടതോടെ നാളെ മുതൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കാനാണ് ആശാ വർക്കേഴ്സിന്റെ തീരുമാനം. പ്രതിപക്ഷ നേതാവ് ഇന്ന് മുഖ്യമന്ത്രിയെ കണ്ട് സമരം ഒത്തുതീർപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഉപദേശം നൽകിയാൽ സമരം അവസാനിപ്പിക്കാൻ ഇവർ സ്കൂൾ കുട്ടികളല്ല എന്ന ബോധ്യം ജനപ്രതിനിധികൾക്ക് വേണം. നാളെ മുതൽ അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് ആശാ വർക്കേഴ്സ് പോവുകയാണ്. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ആശാവർക്കർമാരുടെ സമരപ്പന്തലിൽ നിന്ന് ശ്രീകാന്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീകാന്തിലേക്ക് പോകുന്നതിന് മുമ്പ് ചില പ്രതികരണങ്ങളിലേക്ക് കൂടി. ഞങ്ങൾ എത്ര ഞങ്ങൾ സമരം ചെയ്ത് ഞങ്ങൾ നേടിയിട്ടേ പോകുള്ളൂ. ഞങ്ങൾക്ക് ഈ 232 നമുക്ക് ജീവിക്കാൻ കഴിയൂല. ഈ ഞങ്ങളുടെ തീരുമാനം ഞങ്ങൾ ഉറച്ചതാണ്. ഞങ്ങളെ മന്ത്രിയെ പോലെ ഞങ്ങൾ മാറ്റി പറയൂല. നമ്മളെ ഉറച്ച തീരുമാനത്തിൽ തന്നെ പോകും. ഞങ്ങൾ അവർക്ക് എന്ത് യോഗ്യത ഇരിക്കണം? അവർ ആശമാരെന്ന് പറയേ. അവർ ആശമാരെങ്കിൽ അവർ നമ്മൾ ഇവിടെ വരത്തെന്ത് ചേർത്ത് പിടിക്കത്തെന്നു? അവർ ചേർത്ത് പിടിക്കണം എന്ന് പറഞ്ഞു. 232 രൂപ കൊണ്ട് എന്ത് ജീവിക്കും ഞങ്ങള്? 3 ഇരട്ടി എന്ന് പറഞ്ഞപ്പോ 700 രൂപ മിനിമം കൂലി ഈ മന്ത്രി തന്നെ പറഞ്ഞിട്ടില്ലേ? ഈ മന്ത്രിസഭ പറഞ്ഞല്ലേ ഈ അധികാരത്തിലോട്ട് കയറിയത്. ആ 700 അല്ലേ നമ്മൾ ചോദിച്ചോളൂ, അല്ലാതെ ഏത് 3 ഇരട്ടി? 232 രൂപയാണ് ഒരു ദിവസം തരുന്നത്. ഞങ്ങൾ ചോദിക്കുന്നത് ഒരു ദിവസം 700 രൂപയാണ്. അത് തരാൻ അവർക്കില്ലേ? അവര് രാജിവെച്ച് പുറത്തു പോകാൻ പറ. മരിച്ചാലും വേണ്ടൂടെ ഞങ്ങൾ സമരം തുടർന്നിരിക്കും. ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നവരാണ്. ഇവർ ഞങ്ങളെ വർക്ക് ചെയ്തതുകൊണ്ടാണ് ഇവർ ട്രോഫികൾ വാങ്ങിച്ചത്. അത് ഇവരുടെ വിയർപ്പല്ല, ഞങ്ങളെ വിയർപ്പ് ചിന്തിയത് കൊണ്ടാണ് ഇവർ ട്രോഫി വാങ്ങിച്ചത്. 38 ദിവസം ഞങ്ങൾക്ക് ഈ മഴയും വെയിലും കൊള്ളാൻ അറിയാമെങ്കിൽ ഇതിനൊരു തീരുമാനം ആവണവരെ ഞങ്ങൾ ഇവിടെ കിടക്കും. അവരുടെ കുടുംബ സ്വത്തിലല്ല ഇരുന്ന് വാഴുന്നത്. സാധാരണക്കാരെ ഞങ്ങൾ ടാക്സ് കൊടുക്കുന്നതിലാണ് ഇരുന്ന് വാഴുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അധ്വാനിക്കുന്ന കാശല്ലേ ഞങ്ങൾ ചോദിക്കുന്നത്, അല്ലാതെ ആരും കുടുംബത്തിൽ തരാനല്ലേ പറയുന്നത്. അവരും ഒരു പെണ്ണല്ലേ, ഞങ്ങളും അവരെ പോലെ പെണ്ണുങ്ങളല്ലേ. എന്നിട്ടും അറിയാത്ത മനസ്സുള്ള മന്ത്രി ആരാണ്? എന്തിനാണ് ആ മന്ത്രി അവിടെ ഇരിക്കുന്നത്? എത്ര കാലം കിടന്ന് മരിച്ചാലും അവർക്കൊരു ബുദ്ധിമുട്ടില്ലല്ലോ. അവർ നമ്മളുടെ ടാക്സ് വാങ്ങിച്ചുകൊണ്ട് അവർ മുട്ടിയിരിക്കണം. അവരെടുക്കുന്ന കണക്കാരും ചോദിക്കാനില്ലല്ലോ.
എസ് ശ്രീകാന്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നിന്ന് സമരപ്പന്തലിൽ നിന്ന്. ശ്രീകാന്ത്, ഇന്ന് തന്നെ 2 ചർച്ചകൾ നടന്നു. അതിലൊന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് നേരിട്ട് നടത്തിയതാണ്. പക്ഷേ നിരാശയായിരുന്നു ഫലം എന്ന് മാത്രമല്ല, ചർച്ചയിൽ ആരോഗ്യമന്ത്രി സ്വീകരിച്ച സമീപനത്തെ അതിരൂക്ഷമായി വിമർശിക്കുന്നു ആശാ വർക്കേഴ്സ്. സമരത്തിന് ഇനി പുതിയ മുഖം കൈവരാൻ പോകുന്നു. നാളെ മുതൽ പുതിയ ഘട്ടത്തിലേക്ക് അത് കടക്കാൻ പോകുന്നു. എന്താണ് സമരപ്പന്തലിൽ നിന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ, പ്രതികരണങ്ങൾ ശ്രീകാന്ത്? സമരപ്പന്തലിൽ നിന്നും ഒറ്റ വിവരമാണ് നൽകാനുള്ളത്. സമരം തുടരും. അത് നാളെ കുറച്ചുകൂടി കൂടുതൽ കൃത്യമായ രീതിയിൽ പറഞ്ഞാൽ കുറച്ചുകൂടി പ്രതിഷേധം കനക്കും എന്ന് തന്നെയാണ് പറയാനുള്ളത്. നാളെ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കും എന്നുള്ളതാണ് സമരസമിതി പറഞ്ഞിട്ടുള്ളത്. 11 മണിക്ക് 3 പേർ ആദ്യഘട്ടം എന്ന നിലയിൽ നാളെ അനിശ്ചിതകാല നിരാഹാര സമരത്തിന്റെ ഭാഗമാകും. ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇപ്പോൾ വളരെ വൈകി തുടങ്ങിയിരിക്കുന്നു, സന്ധ്യസമയമായിരിക്കുന്നു. ആ സമയത്ത് അവർ അവരുടേതായ രീതിയിൽ ഇപ്പോൾ നോമ്പുതുറ അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ഇഫ്താർ സംഗമം അടക്കം നടക്കുന്നുണ്ട്. അതൊക്കെയായി ആശാ വർക്കർമാരുടെ സമരം ഇപ്പോഴും ഇവിടെ തുടരുകയാണ്. ഇത് നാളെ കുറച്ചുകൂടി സമരം കടുപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് പോകും. അതിനോടൊപ്പം കൂടുതൽ ആശാ വർക്കർമാർ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇവിടേക്ക് എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നതും. അങ്ങനെ ഒരു ആഹ്വാനം കൂടി നൽകിയിട്ടുണ്ട്. വിവിധ സംഘടനകൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇപ്പോൾ ഈ ആശാ വർക്കർമാരുടെ സമരം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നു. അത് നാളെയും തുടരാൻ തന്നെയാണ് സാധ്യത. ഇന്നത്തെ കാര്യം പറയുകയാണെങ്കിൽ ഇന്ന് വലിയ ആശാവഹമായ ദിവസമായിരുന്നു രാവിലെ നോക്കിയാൽ. കാരണം NHMന്റെ മിഷൻ കോർഡിനേറ്റർ, സ്റ്റേറ്റ് മിഷൻ കോർഡിനേറ്റർ ഇവരെ ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു. സർക്കാർ നിർദ്ദേശപ്രകാരമാണ് ചർച്ചയ്ക്ക് വിളിച്ചത്. പക്ഷേ സമരത്തിൽ നിന്നും പിന്മാറണം എന്നുള്ളത് ആവശ്യമായിരുന്നു അവർ മുന്നോട്ട് വയ്ക്കുകയുണ്ടായത്. മറ്റ് കാര്യമായ ചർച്ചകൾ ഉണ്ടായില്ല എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നതും. ശേഷം സർക്കാരിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ കുറിച്ച് പറയാനാണ് അവസരം കണ്ടെത്തിയതും. ഇപ്പോൾ ഈ സമരസമിതിയുടെ നേതൃത്വത്തിലുള്ള ഒരാളുടെ പ്രതികരണം കൂടി നമുക്കെടുക്കാം. ഒരു മിനിറ്റ്. സർക്കാരിനോട് നടത്തിയ ചർച്ച പരാജയപ്പെട്ടു മന്ത്രിയോട്. ഇനി തുടർന്നുള്ള ദിവസങ്ങളിലെ സമരപരിപാടി എന്താണ്? നാളെയാണ് നിരാഹാര സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് തുടരാൻ തന്നെയാണോ തീരുമാനം? തീർച്ചയായിട്ടും അനിശ്ചിതകാല നിരാഹാര സമരം രാവിലെ 11 മണിക്ക് ഇവിടെ ആരംഭിക്കും. അത് അനിശ്ചിതകാലം എന്ന് പറഞ്ഞാൽ അനിശ്ചിതകാലം. ഞങ്ങൾ ഇത്രയും കാലം 38 ദിവസമായി പ്രഖ്യാപിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രഖ്യാപിക്കുന്നു, അതുപോലെ നടപ്പിലാക്കുന്നു. അത് ഉപരോധമടക്കം കണ്ടു കഴിഞ്ഞു. അതുപോലെ തന്നെയാണ് അനിശ്ചിതകാല സത്യാഗ്രഹവും. റീജിത്ത് കേട്ടതാണ് അവരുടെ പ്രശ്നം. അതാണ് അവർ ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ജെന്യൂനായ വിഷയം തന്നെയാണ് എന്ന് പറയാം. കാരണം 38 ദിവസം മഴയും വെയിലുമേറ്റ് ഇവിടെ കിടക്കണമെങ്കിൽ അവരുടെ ആവശ്യത്തിൽ ചില ന്യായങ്ങളുണ്ട്. 7,000 രൂപ കിട്ടുന്നിടത്ത് 21,000 രൂപ വേണമെന്ന് അവർ ആവശ്യപ്പെട്ടപ്പോൾ അത് വളരെ കൂടുതലാണെന്നാണ് മന്ത്രി പറഞ്ഞത്. പക്ഷേ നിങ്ങൾക്ക് എത്ര തരാൻ സാധിക്കും? ഇന്ന് മന്ത്രിയോട് ഇവർ ഉന്നയിച്ച ചോദ്യം അതാണ്. അതിനും മന്ത്രിക്ക് കൃത്യമായ മറുപടി ഉണ്ടായില്ല. അങ്ങനെയെങ്കിൽ ഞങ്ങളിതാ സമരം തുടരാൻ പോകുന്നു എന്ന് പറഞ്ഞ് അവർ തിരിച്ചിറങ്ങി വരികയാണ് ഉണ്ടായത്. സമരം പൂർവാധികം ശക്തിയായി മുന്നോട്ട് പോകും. നാളെ നിരാഹാര സമരത്തിലേക്ക് കാര്യങ്ങൾ പോകും. സർക്കാർ വലിയ പ്രതിരോധത്തിലേക്ക് നീങ്ങുകയാണ്. കൂടുതൽ സംഘടനകൾ ഇവിടേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നുണ്ട്. റീജിത്ത്. എസ് ശ്രീകാന്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നിന്ന് സമരവേദിയിൽ നിന്നുള്ള വിവരങ്ങൾ, പ്രതികരണങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. സമരം 38 ദിവസം പിന്നിടുകയാണ്. 39ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ആ സമരം നിരാഹാര സമരം എന്ന നിലയിലേക്ക് മാറുകയാണ്. ഉന്നയിച്ച ആവശ്യങ്ങളിൽ നിന്ന് പിന്നോട്ടില്ല എന്നാവർത്തിച്ച് വ്യക്തമാക്കുന്നു സമരക്കാർ. ഇന്ന് 2 ചർച്ചകൾ നടന്നെങ്കിലും ഇരു ചർച്ചകളും പരാജയപ്പെടുകയായിരുന്നു. സമരം കൂടുതൽ ശക്തമാക്കാൻ ഒരുങ്ങുന്നു ആശാ വർക്കേഴ്സ്.